1-ാം തീയതി തന്നെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ശമ്പളവും ഒക്കെ കിട്ടുമോ എന്ന കാര്യം സംശയമാണ്. ധനപ്രതിസന്ധിയും മുൻപോട്ട് തന്നെ പോകുകയാണ്, തള്ളി തള്ളി മുന്നോട്ട് നീക്കുകയാണ്. പക്ഷേ അതിനൊരു അറുതി വരണമെങ്കിൽ, ഒരു ശാശ്വത പരിഹാരം വരണമെങ്കിൽ സർക്കാരിന്റെ വരുമാന സമാഹരണം കാര്യക്ഷമമാക്കണം. ഈ കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മൾ CAG-യുടെ റിപ്പോർട്ട് എടുത്ത് നോക്കിയാൽ കാണാം 28,258.39 കോടിയുടെ അരിയർ കിടക്കുന്നു. അത് ഇന്റേണൽ ഓഡിറ്റിംഗ് ഇല്ല. അങ്ങനെ എത്ര കാര്യങ്ങളാണ്, കുഴപ്പങ്ങളാണ്. ഇന്റേണൽ ഓഡിറ്റിംഗ് എന്തുകൊണ്ടില്ല? ഓഡിറ്റേഴ്സ് അസോസിയേഷൻ പറയുന്നു ഓഡിറ്റിങ്ങിന് വകുപ്പുകൾ സമ്മതിക്കുന്നില്ല. എന്തുകൊണ്ട് വകുപ്പുകൾ സമ്മതിക്കുന്നില്ല? വകുപ്പുകൾ സമ്മതിക്കാതിരിക്കുന്നതിന്റെ പ്രധാന കാരണം വകമാറ്റി ചെലവഴിക്കലാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ നിലകൊള്ളുന്നത് കൊണ്ട് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുകയില്ല ഗവൺമെന്റ് സാവകാശമെങ്കിലും ഫിസ്ക്കൽ ക്രൈസിസിൽ നിന്ന് എന്താണ് പറയുക, ഉയർന്നു വരും എന്ന്, അഥവാ ഫിസ്ക്കൽ ക്രൈസിസിന് മറുമരുന്ന് കണ്ടെത്തുമെന്ന്. മറുമരുന്ന് വേറൊന്നുമില്ല, വരുമാന സമാഹരണം ഏറ്റവും കാര്യക്ഷമമാക്കുക. അതായത് നികുതികളൊക്കെ മറ്റേത് സംസ്ഥാനങ്ങൾ ഏത് മേഖലയിലെ നികുതി എടുത്താലും ഇതര സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും ഉയർന്നു നിൽക്കുകയാണ് കേരളത്തില്. അതുപോലെ തന്നെയാണ് അത് പക്ഷെ അത് പിന്നെ എവിടെയാണ് പറ്റുന്നത്? നികുതിയിതര വരുമാനമാണെങ്കിലും നികുതിയിതര വരുമാനത്തിന്റെ കാര്യത്തിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല. ക്വാറി മാഫിയ പോലെയുള്ളവ ഇഷ്ടം പോലെ കളിക്കുകയാണ്. അങ്ങനെ ഒരു നികുതിയിതര വരുമാന മാർഗം സമാഹരണം എങ്ങും എത്തിയിട്ടില്ല. നികുതിയിതര വരുമാന മാർഗ സമാഹരണം ശക്തമാക്കിയാൽ, നികുതി വരുമാന സമാഹരണം ശക്തമാക്കിയാൽ, IGST ഷെയർ കൃത്യമായി എഴുതി വാങ്ങിയാൽ, അതുപോലെ തന്നെ SGST, GST എന്നിവയിലൊക്കെ കാര്യക്ഷമത പുലർത്തിയാൽ, അതിനൊക്കെ വേണ്ടത്ര സജ്ജീകരണങ്ങൾ സംസ്ഥാന ഗവൺമെന്റിലുണ്ട്, കേന്ദ്രത്തിലുണ്ട്. അതൊക്കെ വേണ്ട രീതിയിൽ കാര്യക്ഷമമായി പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ലാതെ തന്നെ കേരളത്തിന് മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ എളുപ്പമായിട്ട് കേരളത്തിന് ഈ ഫിസ്ക്കൽ ക്രൈസിസിൽ നിന്ന്, ധനപ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ ഒക്കും. പക്ഷെ അതിന് കാര്യക്ഷമത എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, കാര്യക്ഷമത പ്രകടനമാകണം. പ്രകടമായ രീതിയിൽ ഇവിടെ വിന്യസിക്കപ്പെടണം. അങ്ങനെ വിന്യസിക്കപ്പെട്ടാൽ മാത്രം പോരാ, കാര്യക്ഷമമായിട്ട് വരുമാന സമാഹരണം നടത്തണം. അതുപോലെ തന്നെ വെട്ടിച്ചുരുക്കേണ്ട ചെലവുകൾ വെട്ടിച്ചുരുക്കുകയും ചെയ്യണം. എങ്ങനെയാണ് നമ്മുടെ നാട് ഇതുപോലെയുള്ള കുഴികളിലേക്ക്, ഏത് കുഴികളിലേക്ക്? മോശപ്പെട്ട കുഴിയല്ല, ഉയർത്തെഴുന്നേൽക്കാവുന്ന, എളുപ്പം ചാടി എഴുന്നേൽക്കാവുന്ന, ചാടി കരകയറാവുന്ന കുഴിയിലേക്കല്ല നമ്മുടെ സംസ്ഥാനം പോയിക്കൊണ്ടിരിക്കുന്നത്. കടക്കെണിയിലേക്കാണ്, കടക്കുഴിയിലേക്കാണ്. അങ്ങനെ കടഗണിയിലേക്കും കുഴിയിലേക്കും പോകുന്ന ഒരു സംസ്ഥാന ഗവൺമെന്റ് ജനങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് ആണെങ്കിൽ, ജനങ്ങളുടെ ക്ഷേമം മുൻനിർത്തിയാണ് ഭരണം നടത്തുന്നത് എങ്കിൽ, വിഭവ സമാഹരണവും ചെലവുകളുമൊക്കെ ഈ ജനക്ഷേമത്തിന് വേണ്ടിയാണ് എന്ന് തലയിൽ കൈവച്ചു പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനെ തൊട്ട് സത്യം ചെയ്യുന്ന ഗവൺമെന്റ് ഓർമ്മിക്കുക. ഇങ്ങനെയൊക്കെയാണോ ഭരണം മുൻപോട്ട് കൊണ്ടുപോകേണ്ടത്? ഭരണ ഇരിക്കുന്നവർ എടുക്കേണ്ട തീരുമാനങ്ങൾ, സ്മാർട്ട് മീറ്റർ വേണോ വേണ്ടയോ, എവിടെ നിന്നാണ് സ്മാർട്ട് മീറ്റർ മേടിക്കേണ്ടത്, ഏത് തരത്തിലാണ് ജനങ്ങളുടെ ഭാരം കുറയ്ക്കേണ്ടത് എന്ന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശക്തമായ തീരുമാനം എടുക്കണം. അത് ജനമനസ്സുകൾ അറിഞ്ഞുകൊണ്ടായിരിക്കണം. അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ അടിച്ചു പുറത്താക്കുമെന്നുള്ള കാര്യം ഓർത്തിരിക്കുന്നത് ഭരണകൂടത്തിന് നല്ലത്. അത് ഇടതുപക്ഷ ഭരണകൂടമാകട്ടെ വലതുപക്ഷ ഭരണകൂടമാകട്ടെ, ഇത്തരം ചിന്തകൾ വേണം നിങ്ങളെ നയിക്കാൻ.